നരഹത്യ തുടരുന്നതിനിടെ ഫലസ്തീൻ ജനതയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൻ ഐക്യദാർഢ്യം. ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ താരങ്ങളടക്കം ഓൾ ഐസ് ഓൺ റഫ എന്ന വാചകമുള്ള സ്റ്റോറി പങ്കുവച്ചാണ് ഐക്യദാർഢ്യം അറിയിച്ചത്. റഫേൽ ഇസ്രായേൽ തുടരുന്ന ക്രൂരമായ കൂട്ടക്കുരുതിയിൽ അന്താരാഷ്ട്ര പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് താരങ്ങളുടെ ഐക്യദാർഢ്യം. എല്ലാ കണ്ണുകളും റഫേലിലേക്കാണെന്ന തലവാചകത്തോടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ക്യാമ്പയിനിൽ പങ്കുചേരുകയായിരുന്നു ഇവർ. മലയാളത്തിൽ നിന്ന് ദുൽഖർ സൽമാൻ, നിഖില വിമൽ, രമ്യ നമ്പീശൻ, അർജുൻ രത്തൻ തുടങ്ങിയ താരങ്ങൾ തങ്ങളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഫലസ്തീന് ഐക്യദാർഢ്യം അറിയിച്ചു. കീർത്തി സുരേഷ്, പ്രകാശ് രാജ്, വരുൺ ധവാൻ, അറ്റ്ലി, വിജയ് വർമ്മ, തൃപ്തി ധിംറി, ഹീന ഖാൻ, സാമന്ത, സ്വര ഭാസ്കർ, ദിയ മിർസ, സൊനാക്ഷി സിൻഹ ഉൾപ്പെടെയുള്ള മറ്റ് ഇന്ത്യൻ താരങ്ങളും റഫ സ്റ്റോറി പങ്കുവച്ചിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും സ്നേഹവും കരുതലും സമാധാനവും അർഹിക്കുന്നുണ്ടെന്നായിരുന്നു സ്റ്റോറി പങ്കുവച്ചുകൊണ്ട് ബോളിവുഡ് നടി ആലിയ ഭട്ടിന്റെ ഓർമ്മപ്പെടുത്തൽ. ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടും ഇപ്പോഴും ആരെങ്കിലും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അവരും ഗസയിലെ കുറ്റകൃത്യങ്ങളിൽ ഒരുപോലെ പങ്കാളികളാണെന്നായിരുന്നു നടി റിച്ച ചദ്ദിയുടെ വിമർശനം. അതേസമയം ഫലസ്തീനെ പിന്തുണച്ച സെലിബ്രിറ്റികൾക്കും അവരുടെ പങ്കാളികൾക്കുമെതിരെ ഒരു വശത്ത് സംഘപരിവാർ വക സൈബർ ആക്രമണവും അരങ്ങേറുന്നുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഭാര്യ നിതിക സച്ദേയുടെ പോസ്റ്റിനെതിരെയാണ് സംഘപരിവാറിന്റെ ആക്രമണം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ എല്ലാ കണ്ണുകളും റഫേലേക്ക് എന്ന പോസ്റ്റർ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആക്കിയതിന് പിന്നാലെയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ വിദ്വേഷ പ്രചാരണം അടക്കമുള്ള സൈബർ ആക്രമണവുമായി രംഗത്തെത്തിയത്. വലിയ തോതിലുള്ള സൈബർ ആക്രമണത്തിന് പിന്നാലെ റിതിക ആ പോസ്റ്റ് പിൻവലിച്ചു. എപ്പോഴെങ്കിലും കശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ടോ? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ടോ? സെലക്റ്റീവ് ആക്ടിവിസമാണ് റിതികയുടേതെന്നാണ് സംഘപരിവാർ അനുകൂലികളുടെ കമന്റുകൾ. വിരാട് കോഹ്ലി സ്ഥിരമായി ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. MS ധോണി സ്ഥിരമായി ഭഗവത്ഗീത വായിക്കാറുണ്ട്. എന്നാൽ രോഹിത് ശർമ്മ ഓസ്ട്രേലിയയിൽ പോയി പശുമാംസം കഴിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. എന്നിങ്ങനെയുള്ള വിദ്വേഷ പ്രചാരണമാണ് റിതികയ്ക്കെതിരെ സംഘപരിവാർ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കാൻ ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ മലയാളി താരം കനി കുസൃതി ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി എത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായ തണ്ണിമത്തൻ വാനിറ്റി ബാഗുമായാണ് കനി കാൻസ് വേദിയിലെത്തിയത്. റഫേലിലെ സുരക്ഷിത മേഖലയായി കണക്കാക്കപ്പെടുന്ന തൽ അൽ സുൽത്താനിൽ ഞായറാഴ്ച രാത്രി 8:45 ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിനെതിരെ ലോകവ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഒരു അഭയാർത്ഥി ക്യാമ്പ് അപ്പാടെ ബോംബിട്ട് ചുട്ടു ചാമ്പലാക്കി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 45 പേർ വെന്തുമരിച്ചു. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളും വയോധികരുമായിരുന്നു. ഗർഭിണികളും കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ. 249 പേർക്കാണ് ആ ആക്രമണത്തിൽ മാത്രം പൊള്ളലേറ്റത്. റഫേൽ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവ് അവഗണിച്ചായിരുന്നു ഇസ്രായേലിന്റെ അതിക്രമം. ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്തവരാണ് തൽ അൽ സുൽത്താനിൽ ടെന്റ് കെട്ടി താമസിക്കുന്നത്. ഇവർക്ക് മേലാണ് ഇസ്രായേൽ 907 കിലോഗ്രാം ഭാരമുള്ള ബോംബുകൾ വർഷിച്ചത്. മേഖലയിൽ UN അംഗീകാരമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിടെ നടക്കുന്ന 10ാമത്തെ ആക്രമണം കൂടിയായിരുന്നു ഇത്. ട്വിറ്ററിൽ പ്രചരിക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും മാത്രം മതിയാകും അന്ന് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ക്രൂരതയുടെ ആഴമറിയാൻ. വെടിയുണ്ട തുളച്ചു കളഞ്ഞ കുഞ്ഞിന്റെ തലയും പിടിച്ചു നിൽക്കുന്ന രക്ഷാപ്രവർത്തകരും, കഴുത്തറ്റുപോയ ഉടലിൽ ബാക്കിയായ കുഞ്ഞുമകളുടെ ശരീരം ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പിതാവും, ബോംബുകൾ തുപ്പിയ തീയിൽ വെന്ത് നീറിപ്പോയ കുഞ്ഞുടലുകൾ പിടിച്ച് അലമുറയിട്ട് കരയുന്ന മാതാപിതാക്കളുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ എവിടെയും. ആക്രമണത്തിൽ അന്താരാഷ്ട്ര തലത്തിലും പ്രതിഷേധം ശക്തമാവുകയാണ്. ഭവനരഹിതരായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ നടപടി പ്രതിഷേധാർഹമാണെന്നായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രതികരിച്ചത്. ആക്രമണം അവസാനിപ്പിക്കണം. റഫായിൽ ഒരിടവും ഫലസ്തീനികൾക്ക് സുരക്ഷിതമല്ല. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് അടിയന്തരമായി വെടിനിർത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളതെന്നും മാക്രോൺ വ്യക്തമാക്കിയിരുന്നു. റഫ ആക്രമണം അതിഗുരുതരമാണെന്നായിരുന്നു സ്പെയിനിന്റെ പ്രതികരണം. നിരപരാധികളായ ഫലസ്തീനികൾ കൊല ചെയ്യപ്പെട്ട മറ്റൊരു ദിവസം കൂടിയാണിത്. എന്നാൽ ഈ ആക്രമണത്തിന്റെ വ്യാപ്തി കുറച്ചുകൂടി വലുതാണ്. ICJ ഉത്തരവ് വന്ന ശേഷമാണ് ഈ ആക്രമണം നടന്നതെന്നും സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബറസ് ചൂണ്ടിക്കാട്ടി. അതിക്രൂരമായ ആക്രമണമാണ് നടന്നതെന്നായിരുന്നു അയർലൻഡ് വിദേശകാര്യമന്ത്രി മിഷേൽ മാർട്ടിന്റെ വിമർശനം. നിരപരാധികളായ കുട്ടികളും സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. റഫായിലെ സൈനിക നടപടികൾ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ICJ ഉത്തരവ് പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നായിരുന്നു യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ തലവൻ ജോസഫ് ബോറൽ ചൂണ്ടിക്കാട്ടിയത്. അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രായേലിനുൾപ്പെടെ എല്ലാവർക്കും ബാധകമാണെന്നാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനലേന ബെർബോക്ക് പ്രതികരിച്ചത്.